Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Okay. നമ്മള് കമ്പോണൻസ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തെല്ലാമാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കമ്പോണൻസുകൾ, ഘടകങ്ങൾ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞതാണ് പേഷ്യന്റ് മാനേജ്മെന്റ്. ഓരോ പേഷ്യൻസും നമുക്ക് ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, അവരുടെ അപ്പോയിന്റ്മെന്റ്സ് എങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റും, വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ദെൻ നമ്മൾ ഫെസിലിറ്റി മാനേജ്മെന്റ് ആണ് പിന്നെ പറഞ്ഞത്. ദെൻ അത് കഴിഞ്ഞ് പറഞ്ഞു സ്റ്റാഫ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് പിന്നെ ഡിസ്കസ് ചെയ്തത്. സപ്ലൈ മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇത്രയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? ഇത്രയും കമ്പോണൻസ് അല്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വരെ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻഷുറൻസ് മാനേജ്മെന്റ് ആണ്. നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസിന്റെ ചാപ്റ്റർ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്കറിയാം എത്ര ഇമ്പോർട്ടന്റ് ആണ് ഈ ടേം ഒക്കെ. ക്ലെയിമിന്റെ കാര്യങ്ങള്, നമ്മൾ പേഷ്യന്റ് അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ക്ലെയിമിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ വാലിഡേഷൻ ചെക്ക് ചെയ്യണം. അങ്ങനെ ഒരുപാട് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഇൻഫർമേഷന്റെ ഒരു വിഭാഗമാണ് ഏത് ഇൻഷുറൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. ആൻഡ് SMS. നമുക്കറിയാലോ SMS എന്താണ്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ചാപ്റ്റർ 8 ആണ്, മൊഡ്യൂള് 4 ചാപ്റ്റർ 8 എന്റെ ലാസ്റ്റത്തെ ചാപ്റ്റർ ആണ്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, അപ്പൊ ഇൻഷുറൻസ് മാനേജ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആൻഡ് SMS എന്താണ്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഇൻഷുറൻസ് മാനേജ്മെന്റ് കമ്പോൺസ് റെക്കോർഡ്സ് ആൻഡ് സ്റ്റോർ ദ പേഷ്യന്റ് ഇൻഷുറൻസ് ഡീറ്റെയിൽസ്. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസിന്റെ എന്താണ് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പോളിസി നമ്പർ, ഇൻഷുറൻസ് കമ്പനി, അതേപോലെ തന്നെ അവരുടെ കോണ്ടാക്ട് നമ്പർ, ക്ലെയിമിന്റെ വാലിഡിറ്റി, അതേപോലെ എത്ര എമൗണ്ട് വരെയാണ് ക്ലെയിം കൊടുത്തിരിക്കുന്നത്, അതേപോലെ എക്സ്ട്രാ കുറെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റെക്കോർഡിൽ നമ്മൾ ചേർക്കാറുണ്ട്. അത് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഇൻഷുറൻസ് മാനേജ്മെന്റ് ആണ്. കാരണം ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ അവരുടെ അടുത്തുനിന്ന് നമ്മുടെ പേഷ്യന്റ് എടുക്കുന്ന ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യണം. കാരണം പേഷ്യൻസ് ചിലപ്പോൾ അത് ഇന്റിമേറ്റും കൂടി ചെയ്യണം. കാരണം ക്ലെയിം കിട്ടണമെന്നുണ്ടെങ്കിൽ പേഷ്യന്റ് അഡ്മിറ്റ് ആവുമ്പോൾ തന്നെ നമ്മൾ ക്ലെയിം ഇന്റിമേഷനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ലാസ്റ്റ് ചാപ്റ്റേഴ്സുകളിൽ പറഞ്ഞതാണ്. ക്ലെയിം ഇന്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം? റെക്കോർഡ് എടുക്കണം. Patient insurance detail on requirement. It present the policy numbers, insurance company and other related information. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മെയിൻ ആയിട്ട് ഇൻഷുറൻസ് മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് മാനേജ് ചെയ്യുന്നത്? നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് ഉള്ള കമ്പനിയുടെ പേര്, അതേപോലെ പോളിസി നമ്പർ. നമ്മുടെ ഓരോ പോളിസിക്കും അവർക്ക് എന്തുണ്ടാവും? ഐഡന്റിഫിക്കേഷൻ, പോളിസി ഐഡന്റിഫിക്കേഷൻ നമ്പേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോ അത് നമ്മൾ എന്ത് ചെയ്യണം? അക്യൂർ ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ മറ്റ് റിലേറ്റഡ് ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഏതാണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് ആഡ് ഓൺ ചെയ്യണം. അപ്പോൾ പേഷ്യന്റ് നമ്പർ അടിക്കുമ്പോൾ നമ്മുടെ പേഷ്യന്റിന്റെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, പോളിസി നമ്പർ, അതേപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ പേര്, മറ്റെന്തെങ്കിലും ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അത്, അതേപോലെ വാലിഡേഷൻ, ഇൻഷുറൻസ് എത്ര നാൾ വരെ വാലിഡ് ആണ്. അപ്പോൾ അതെല്ലാം നമ്മൾക്ക് ഈ ഒരു നമ്മൾ പേഷ്യന്റിന്റെ ഐഡിയ അടിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഓപ്പൺ ആയിട്ട് വരും. The software make easy to retrieve these details. അപ്പൊ നമ്മുടെ സോഫ്റ്റ്വെയർ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻഫർമേഷൻ പെട്ടെന്ന് ജസ്റ്റ് ഫ്യൂ ക്ലിക്കിനുള്ളിൽ നമുക്ക് ഈ ഇൻഫർമേഷൻസ് നമ്മുടെ മുമ്പിലേക്ക് വരാണ്. മേക്ക് ദ ഇൻഷുറൻസ് വാലിഡേഷൻ ഈസിലി. അപ്പൊ ഇൻഷുറൻസിന്റെ വാലിഡിറ്റി എത്ര നാളുണ്ടെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും, അതേപോലെ പേയ്മെന്റ്സ് എന്തെങ്കിലും ഡിലേ ഉണ്ടോ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാനൊക്കെ ഈ ഒരു SMS നമ്മളെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇൻഷുറൻസ് റിലേറ്റഡ് മാറ്റേഴ്സിൽ. അതാണ് ഇൻഷുറൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ പറയുന്ന പോയിന്റ് ലബോറട്ടറി മാനേജ്മെന്റ് ആണ്. നമുക്കറിയാം ഡോക്ടേഴ്സ്
എന്താണ് ചിലപ്പോൾ ഒരു അസുഖം ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ കൊടുക്കാറുണ്ട്. സോ നമ്മൾ ഈ ടെസ്റ്റിന് കൊടുത്തു കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി ലാബുകളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് നമ്മളുടെ ഈ സോഫ്റ്റ്വെയറിലേക്ക് എന്താണ് നമ്മുടെ ഈ ഇൻഫർമേഷൻ റിസൾട്ടുകളെല്ലാം അവരെന്ത് ചെയ്യാണ് എൻട്രി ചെയ്യുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ഡോക്ടേഴ്സിന് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഈസിലി അതെന്ത് ചെയ്യാനും അസസ് ചെയ്യാനും അത് നമുക്ക് എന്താണ് അസുഖമെന്ന് ഡയഗ്നോസിസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നോക്കാട്ടാ. The laboratory management features show the details of different lab tests the patient takes. അപ്പോൾ laboratory management ഒരു ഫീച്ചർ ആണ് പേഷ്യന്റ് എടുത്തിട്ടുള്ള എല്ലാ ലാബ് ടെസ്റ്റുകളുടെയും റിസൾട്ടുകൾ ഒരുമിച്ച് കാണിക്കുക. അത് കുറച്ച് ഹെൽപ്ഫുൾ ആണ്. കാരണം ഇപ്പോ ഞാൻ പറയാം, ടൈപ്പ് 2 ഡയബറ്റിക് ഒക്കെ ആണെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ ആണ് പറയുന്നത്. ടൈപ്പ് 2 ഡയബറ്റിക് ആണെന്ന് വിചാരിക്കാം. ഡയബറ്റിക് തന്നെ രണ്ട് വേർതിരിവുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് ടൈപ്പ് 2 ആണ്. അപ്പൊ അവർക്ക് ഈ എപ്പോഴും നമ്മളുടെ ഷുഗർ ലെവൽ ഒന്ന് കമ്പയർ ചെയ്യാനായിട്ട്, എപ്പോഴും കമ്പയർ ചെയ്യാനായിട്ട് ഓരോ റിസൾട്ട് ഓരോ റെക്കോർഡിൽ നിന്നും ഓരോ റിസൾട്ട് എടുത്ത് നോക്കുന്നതിനേക്കാളും എളുപ്പമായിരിക്കും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ലാബ് റിസൾട്ടുകളെല്ലാം ഒരുമിച്ച് കാണുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ 180 ആയിരുന്നു, ഇപ്പൊ അത് 150 ആയിട്ടുണ്ട്. പെട്ടെന്ന് അത് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അസസിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ ഈസിലി അസസ് ചെയ്യാനായിട്ട് പറ്റും. അത് കൂടാതെ നമുക്ക് ഈ റിപ്പോർട്ട്സുകളൊക്കെ ഓൺലൈനായിട്ട് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിനും അതേപോലെ തന്നെ പേഷ്യന്റിനും എപ്പോൾ വേണമെങ്കിലും ഈ റിസൾട്ട് എന്ത് ചെയ്യാനായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും ഈ റിസൾട്ട് അസസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. The laboratory management features show the details of different lab tests patient takes. It provides reports when needed and maintain all records collectively. നമ്മുടെ എല്ലാ റെക്കോർഡ്സും ഒരുമിച്ച് കളക്റ്റീവ്ലി ആണ് ഈ ഒരു സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. The doctor can easily assess it. അപ്പൊ നമുക്ക് ഡോക്ടേഴ്സിനൊക്കെ അതേപോലെ പേഷ്യൻസിനും ഈസിലി ഈ ലാബ് റിസൾട്ട് ഒക്കെ നമുക്ക് അസസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. It also notifies the doctor and the patient when the result are ready. അതേപോലെ തന്നെ പേഷ്യൻസിനും ഡോക്ടറിനും നമ്മൾ എന്ത് ചെയ്യാൻ നോട്ടിഫൈ ചെയ്യും. ഈ സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കലി മെസ്സേജ് അല്ലെങ്കിൽ നമുക്ക് വരാണ് റിസൾട്ട് വന്നിട്ടുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മെസ്സേജുകൾ രൂപത്തിൽ റിസൾട്ട് നമുക്ക് കാണാനൊക്കെ പറ്റും. ചാപ്റ്റർ 8 ആണ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ ബേസിക് ആണ്. അതിൽ കമ്പോണൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ ഇതാണ് ലാബോറട്ടറി മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ റിപ്പോർട്ട് മാനേജ്മെന്റ് ആണ്. നമുക്കറിയാം നമ്മുടെ റെക്കോർഡാണ് മെയിൻ ആയിട്ട്. പണ്ട് എന്താണ് റിപ്പോർട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന മെഡിക്കൽ റെക്കോർഡ്സ് ആയിരുന്നു. ഇപ്പൊ മെഡിക്കൽ റെക്കോർഡ്സ് മാറിയിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക്കലി ആയി അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി നമുക്ക് ആ റെക്കോർഡുകൾ ജനറേറ്റ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. കാരണം നമുക്ക് ഒരു പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് അടിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ റെക്കോർഡും നമ്മുടെ സിസ്റ്റത്തിൽ വരാണ്. സോ ഈസിലി നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റും. റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ records and store all the report generated by the hospital. അപ്പോൾ റിപ്പോർട്ട് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്തിരിക്കുന്ന സ്റ്റോർ ചെയ്തിരിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റും. In the case of financial report, it verify the performance metrics to check the business profitability. അപ്പോൾ നമ്മൾ ഒരു റിപ്പോർട്ട് എടുത്തത് എക്സാമ്പിൾ ആയിട്ട് പറയാണ്. നമ്മളെ റിപ്പോർട്ടുകളിൽ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് ആണെന്ന് വിചാരിക്കും. ജസ്റ്റ് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ബാലൻസ് ഷീറ്റ് ആണല്ലോ ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ പ്രോഫിറ്റബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഷീറ്റ് നമ്മുടെ മുമ്പിലേക്ക് വരാണ്, ആ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലേക്ക് വരാണ്. സോ നമുക്കത് കമ്പയർ ചെയ്യാനും അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റും ഈ വർഷത്തെ ബാലൻസ് ഷീറ്റും അതേപോലെ പ്രോഫിറ്റും തമ്മിൽ കമ്പയർ ചെയ്യാനൊക്കെ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് ആ 2 വർഷത്തെയും എന്താ പറയാ റിപ്പോർട്ടുകൾ പെട്ടെന്ന് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ കൊണ്ടുവരാനും അത് പെട്ടെന്ന് കമ്പയർ ചെയ്യാനായിട്ട് എളുപ്പമാണ്. It provide a comparison between the performance report for different years. ഒരുപാട് വർഷങ്ങളിൽ ഞാൻ ഒരു വർഷത്തേക്ക് പറഞ്ഞത് ഒരുപാട് വർഷങ്ങളിലെ പ്രോഫിറ്റുകളായിട്ട് നമുക്ക് ഈ റിപ്പോർട്ടുകൾ കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഈ റിപ്പോർട്ടുകൾ മറ്റ് വർഷങ്ങൾ വെച്ചിട്ട് കമ്പയർ ചെയ്യാനൊക്കെ പറ്റും. An authorized person can assess the report at any time. നമുക്കപ്പോ ഈ റിപ്പോർട്ടുകൾ എപ്പോ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും അസസ് ചെയ്യാനൊന്നും പറ്റിയ ഓതറൈസ്ഡ് പേഴ്സൺസ്, അതിന് റൈറ്റ്സ് ഉള്ള അതോറിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഈ റിപ്പോർട്ട്സുകൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Besides, you can use the health care dashboard to present in
ഈസി ടു റീഡ് ഫോർമാറ്റ്. അല്ലാത്ത പക്ഷം ഇവരുടെ റിപ്പോർട്ടുകൾ നോട്ടീസ് ബോർഡിലൊക്കെ, ഡാഷ് ബോർഡ് ഉദ്ദേശിക്കുന്നത് നോട്ടീസ് ബോർഡാണ്. അപ്പോൾ എല്ലാ വർഷവും അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഡാഷ് ബോർഡിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാറുണ്ട്. ദെൻ ഇനി അടുത്തൊരു മാനേജ്മെന്റ് ആണ് വാക്സിനേഷൻ മാനേജ്മെന്റ്. വാക്സിനേഷൻ മാനേജ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കാം. നമ്മൾ കോവിഡിന് വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നോ നിങ്ങള്? കോവിഷീൽഡും കോവാക്സിനൊക്കെ, വാക്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല, എന്നാലും നമ്മളത് ബുക്ക് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് ആ ഡേറ്റിൽ പോകാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ടല്ലേ നമ്മൾ ചെയ്തിരുന്നത്? ഓർമ്മയില്ലേ ഓൺലൈനായിട്ട് നമ്മൾ ഇരുന്ന് ചെയ്തത്? ഓക്കെ, അത് ഈ വാക്സിനേഷൻ മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് നമ്മളുടെ ഹെൽത്ത്, എന്താ പറയാ, പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അത് പ്രൊവൈഡ് ചെയ്തിരുന്ന ആ ടൈമിൽ ഈ ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം വഴി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, ഈ പറഞ്ഞ ഒരു വാക്സിനേഷൻ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാ ഹോസ്പിറ്റൽസിലും വാക്സിനേഷൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഒരു വിഭാഗമുണ്ട്. ഈ വാക്സിനേഷൻ മൊഡ്യൂൾ എന്നാക്കാട്ടോ, കീപ്സ് എ ട്രാക്ക് ഓഫ് ഓൾ കംപ്ലീറ്റ് ഓർ അപ്കമിങ് വാക്സിനേഷൻ. നമ്മളിപ്പോ ഒരു കുട്ടി നമ്മുടെ ഹോസ്പിറ്റലിൽ ജനിച്ചു എന്ന് വിചാരിക്കും. അപ്പൊ സാധാരണ ഒരു കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ ആ കുട്ടിക്ക് ഫസ്റ്റ് ഡോസ് ജനിക്കുമ്പോൾ തന്നെ നമ്മൾ BCG, അതേപോലെ തന്നെ OPV, BCG അങ്ങനെ കുറച്ച് വാക്സിൻസ് ജനിച്ച ഉടനെ കൊടുക്കും. ഇനി അപ്കമിങ് വാക്സിൻ നമുക്കറിയാം, കുട്ടികളുടെ വാക്സിൻ പറഞ്ഞാല് ഒരു 1.5 മാസത്തില്, അതേപോലെ 2.5 മാസത്തില്, 2.5 മാസമല്ല 3.5 മാസത്തില്, പിന്നെ ഒരു 9 മാസത്തില്, പിന്നെ ഒരു 1.5 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു വാക്സിൻ. അപ്പൊ ഈ ഷെഡ്യൂളുകൾ നമ്മൾ അവർ ഓട്ടോമാറ്റിക്കലി ഇൻഫോം ചെയ്യും, മെസ്സേജ് രൂപത്തിലോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ റിമൈൻഡേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇൻഫോം ചെയ്യും, നിങ്ങളുടെ വാക്സിനേഷൻ ഷെഡ്യൂൾ ഇന്ന ദിവസമാണ് എന്ന് പറഞ്ഞു. നമ്മളിനി മിസ്സായി കഴിഞ്ഞാൽ അതും നമുക്ക് മെസ്സേജ് ആയിട്ട് വരും. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിക്കും വാക്സിനേഷൻ മാനേജ്മെന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ മാത്രമായിരിക്കും ഉണ്ടാവാറ് നമ്മൾ വിചാരിക്കും. അല്ലാട്ടോ, നമ്മുടെ സാധാരണ പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സിലും ഇതുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മളുടെ ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ടല്ലോ, അവിടെ നിന്നും നമുക്ക് മെസ്സേജുകൾ വരും, നമ്മുടെ വാക്സിനേഷൻ ഡേറ്റ് ഇന്നതാണ്, വാക്സിനേഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, വാക്സിൻ എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വാക്സിൻ മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്സിൻ മിസ്സായി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇവിടെ മെസ്സേജ് അയക്കുന്നുണ്ട്. അതെങ്ങനെ പോസിബിൾ ആവണമെന്ന് വെച്ചാൽ ഈ വാക്സിനേഷൻ മാനേജ്മെന്റ് ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം വഴിയാണ് നമുക്ക് ഈ ഒരു വാക്സിനേഷൻ അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. A vaccination model keeps track of all the complete and upcoming vaccination. നമുക്ക് വരാൻ പോകുന്ന അപ്കമിങ് വാക്സിനേഷൻസ് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. നമ്മൾ കൊറോണയ്ക്ക് വാക്സിൻ ഒക്കെ എടുത്ത സമയത്ത്, കോവിഡ് വാക്സിൻ എടുത്ത സമയത്ത് ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന ടൈമിലാണ് നമ്മുടെ വാക്സിൻ ബുക്ക് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജ് ഒക്കെ വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് അപ്കമിങ് വാക്സിൻസ്, അതേപോലെ നമ്മൾ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു സർട്ടിഫിക്കറ്റ്, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് തന്നിരുന്നു ഇല്ലേ. ഫസ്റ്റ് ഡോസ് എടുത്തു, സെക്കൻഡ് ഡോസ് എടുത്തു, അന്ന് ട്രാവൽ ഒക്കെ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഗൾഫിലോട്ടൊക്കെ പോയവർക്കൊക്കെ അവർക്കറിയാം ഒരു വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നു. അപ്പൊ അതെല്ലാം എന്താണ് ഈ വാക്സിനേഷൻ മാനേജ്മെന്റിന്റെ ഭാഗമായിരുന്നു. It updates you about the upcoming vaccination, books a slot with the doctor. നമുക്ക് വരാൻ പോകുന്ന വാക്സിനേഷനെ കുറിച്ചിട്ട് ഒരു അറിവുണ്ടാവും. അതേപോലെ നമുക്ക് സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. It also send timely reminders to the patient to make sure that they don't miss the slot. നമുക്ക് ഈ സ്ലോട്ട് മിസ്സാവാതിരിക്കാൻ വേണ്ടി നമുക്ക് അവരുടെ റിമൈൻഡേഴ്സ്, നമ്മളിപ്പോ സ്ലോട്ട് ബുക്ക് ചെയ്തോന്ന് വിചാരിക്കും, ജസ്റ്റ് അവർ മെസ്സേജ് അയക്കും, നമുക്ക് റിമൈൻഡേഴ്സ് തരും, ഇന്ന ടൈമില് ഇന്ന ദിവസം ഇന്ന വാക്സിൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ കോവിഡിന്റെ വാക്സിൻ എടുത്ത സമയത്ത് മെസ്സേജ് വന്നിരുന്നില്ലേ, നമുക്ക് ഇന്ന ടൈമിൽ ഇന്ന സ്ലോട്ട് ബുക്ക് ആയിട്ടുണ്ട്, ഇന്ന സ്കൂളിലാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതേപോലെ നമുക്ക് റിമൈൻഡേഴ്സ് അവരെന്ത് ചെയ്യാറുണ്ട്, സെൻഡ് ചെയ്യാറുണ്ട്. ജസ്റ്റ് ഞാൻ ആ കോവിഡിന്റെ വാക്സിനേഷൻ നമ്മൾ എടുത്തത് ഓർമ്മ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അല്ലാതെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും അതേപോലെ നമ്മുടെ ഗവൺമെന്റ് ഞാൻ പറയാം പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സിലൊക്കെ വാക്സിനേഷൻ ഡേറ്റ് കഴിയുമ്പോൾ ഒരു മെസ്സേജ് അയക്കും. അല്ലെങ്കിൽ ഹെൽത്ത് സെന്റേഴ്സിൽ നിന്ന് നമ്മളിപ്പോ സാധാരണ നമ്മുടെയൊക്കെ വീടിന്റെ അടുത്താണെങ്കിൽ ആശാവർക്കർ വന്ന് പറയും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ മെസ്സേജ് വരും, ഇവർക്ക് മെസ്സേജ് വരും, നമ്മൾ വാക്സിനേഷൻ ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെയാണ് നമ്മുടെ വാക്സിനേഷൻ. അപ്പം ഡീറ്റെയിൽസ് നമുക്ക് വരും. അതേപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണെങ്കിൽ നമ്മൾ ഈ വാക്സിനേഷൻ
പ്രോപ്പർ ആയിട്ട് എടുക്കണം. അവർ കമ്പൽസറി ആയിട്ട് പറയാറുണ്ട്. അപ്പൊ ഈ ടൈം പീരീഡുകൾ അത് ഞാൻ പറഞ്ഞില്ലേ, ജനിച്ച ഉടനെ എടുക്കുന്ന വാക്സിൻ കഴിഞ്ഞാൽ 1.5 months വാക്സിൻ ഡീറ്റെയിൽസ് നമുക്ക് മെസ്സേജ് അയക്കും. ഇന്ന വാക്സിൻ ഇന്ന ദിവസം നമ്മൾ എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവർ ടൈമിംഗ് റിമൈൻഡേഴ്സ് നമുക്ക് തരും. ഒരു പരിധി വരെ അത് ഹെൽപ്ഫുൾ ആണ് നമ്മളെ സംബന്ധിച്ച്. ഇനി സപ്ലൈ മാനേജ്മെന്റ് ആണ് കേട്ടോ. സപ്ലൈ മാനേജ്മെന്റ് ആണ്, സോറി സപ്പോർട്ട് മാനേജ്മെന്റ് ആണ്. കാരണം നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. നമ്മൾ എന്ത് സർവീസ് പ്രൊവൈഡ് ചെയ്താലും പേഷ്യൻസ് അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി പോകുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഫീഡ്ബാക്ക് ഫോംസ് പോലെ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫോണിലേക്ക് നമ്മൾ ആ ഒരു പേജിൽ കയറിയിട്ട് ജസ്റ്റ് ഫീഡ്ബാക്ക് എൻ്റർ ചെയ്യും. സോ സപ്പോർട്ട് മാനേജ്മെന്റ് അങ്ങനെയാ. മുമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ പോലെ നമ്മൾ ക്വസ്റ്റ്യനെയർ ഒക്കെ കൊടുത്ത് അത് ടിക്ക് ചെയ്യിപ്പിച്ച് അങ്ങനെ കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്ന ഒരു മെത്തേഡ് ആയിരുന്നു. ഇന്ന് പക്ഷെ കുറച്ചും കൂടി പ്രാക്ടിക്കലി ആണ്. നമുക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ വീട്ടിൽ ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു മെസ്സേജ് രൂപത്തിൽ 5 star റേറ്റിംഗ് കൊടുക്കുക, കമന്റ് ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്യാം, നമ്മുടെ ഫീഡ്ബാക്ക് വേണമെങ്കിൽ എഴുതുക. അപ്പൊ അത് കുറച്ചും കൂടി നമുക്ക് പ്രാക്ടിക്കൽ ആക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ നമ്മൾ അത് തന്നെ അവിടെ ഇഷ്ടമായില്ല, സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അൺസാറ്റിസ്ഫൈഡ് എന്നുള്ള കോളായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഫോർ എനി ഹോസ്പിറ്റൽ. ഏതൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടെ വരുന്ന പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. This segment record the data like inquiries, complaints, request and feedback from the patient. ഈ ഒരു സെഗ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എൻക്വയറീസ്, നമ്മളുടെ വെറീസ് ഒക്കെ വന്ന് വിളിച്ച് ചോദിക്കും. അതേപോലെ നമുക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയും. നമുക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യും, ഒരു കാര്യം കൂടി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാന്ന് പറഞ്ഞാൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യും. ദെൻ ഫീഡ്ബാക്ക്, ചിലപ്പോൾ ഓട്ടോഫിൽ ഒക്കെ ആയിട്ട് ഫീഡ്ബാക്ക് ഫോമുകൾ നമ്മൾക്കത് കിട്ടാറുണ്ട്. അപ്പൊ ഫീഡ്ബാക്ക് നമ്മളത് എൻഡ് ചെയ്യും. ഇറ്റ് ഓൾസോ എൻഷുർ ദാറ്റ് ദേ ഹാൻഡ്ലിംഗ് ദീസ് റിക്വസ്റ്റ് ആൻഡ് പ്രോബ്ലം അപ്രോക്സിമേറ്റ്ലി ആൻഡ് ഏർലിയസ്റ്റ്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഇങ്ങനെ നമ്മൾ സപ്പോർട്ട് മാനേജ്മെന്റ് കൊണ്ടുവരാൻ കാരണം എന്ന് വെച്ചാൽ നേരത്തെ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റൽസിന് നേരത്തെ മുൻകൂട്ടി വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നേരത്തെ അറിയുകയും അതിനനുസരിച്ചിട്ട് നമുക്ക് മാർഗങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഉണ്ട്. You can make automatic the feedback collection process automatic to reduce the staff job load and everyone could fill out the feedback form. നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫീഡ്ബാക്ക് ഫോംസ് ഫില്ല് ചെയ്യാൻ പറ്റും. മുമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വിട്ട് പോകുന്നതിന് മുമ്പായിട്ട് പേഷ്യന്റിനോട് പറയും, ഡിസ്ചാർജ് ഒക്കെ ആയിട്ട് പോണ സമയത്ത് നമ്മൾ പേഷ്യന്റിനോട് പറയും ഈ ഫോം കൂടെ അത് ഫില്ല് ചെയ്തിട്ട്. അപ്പൊ ആളായിരിക്കും ആ ഫോമിൽ നമ്മളെ കുറിച്ചിട്ട് ഹോസ്പിറ്റലിനെ കുറിച്ച് ഡീറ്റെയിൽസ്. ചിലപ്പോൾ അവർക്ക് ദേഷ്യമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതല്ല, അവർ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ഒക്കെ ആയി പോയതിനു ശേഷം ഓട്ടോമാറ്റിക്കലി അവർക്ക് ഈ ഫോം അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ലിങ്ക് വഴി നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി അവർ കംഫർട്ടബിൾ ആയിരിക്കും. സോ ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി എൻ്റർ ആവുകയും നമുക്കത് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നല്ലതാണെങ്കിൽ നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂടുതലായിരിക്കും. പിന്നെ ആ ഒരു റേഷ്യോ അല്ലെങ്കിൽ ആ ഒരു പെർസെന്റേജ് നോക്കിയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ ഇന്ന് എടുത്ത പോർഷൻ എന്ന് പറയുന്നത്, ഇന്നും കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിലായിട്ട് എടുത്തത് നമ്മൾ കമ്പോണൻസ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആണ് എടുത്തത്. ഇത് വലിയ പോർഷൻ ആയിരുന്നു. ദെൻ എല്ലാവരും ആദ്യം മുതൽ ഒന്ന് വായിച്ചു നോക്കാം. അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് ഞാൻ പറഞ്ഞു, നമ്മൾ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നു, അത് റെലവന്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ റീഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യുന്നു, അത് ഡീറ്റെയിൽസ് കാര്യങ്ങൾ. പിന്നെ പേഷ്യന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസും ഹോസ്പിറ്റലും തമ്മിൽ നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആണ്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നമ്മൾ ഫെസിലിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഈ ബെഡ് ഒക്യുപ്പൻസി റേഷ്യോ, അതേപോലെ എന്താണ് ബെഡ് അവൈലബിലിറ്റി, സ്പെഷ്യലൈസ്ഡ് കെയർ എന്നെല്ലാം ഉണ്ടാവാന്നൊക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉള്ളത് കൊണ്ട് കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആണ്. പിന്നെ സ്റ്റാഫുകൾ, ഓരോ ജോബുകളും ആരൊക്കെയാണ് ചെയ്യേണ്ടത്, ആരാസിസ്റ്റ് ചെയ്യണം, അതേപോലെ ഹയറിംഗ് പ്രോസസ്സ് ഒക്കെ നമുക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞു. സപ്ലൈ മാനേജ്മെന്റ്, നമ്മൾ മെഡിക്കൽ സപ്ലൈസ്, മെഡിസിൻസ്, ഫാർമസ്യൂട്ടിക്കൽസ്, എക്യുപ്മെന്റ്സിന്റെ ഒക്കെ സപ്ലൈ പ്രോപ്പർ ആണെന്ന് നോക്കാനായിട്ടാണ് സപ്ലൈ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ വാലിഡിറ്റി, എക്സ്പയറി, പിന്നെ സ്റ്റോക്ക് എത്രയുണ്ട്, അതൊക്കെ നമുക്ക് സപ്ലൈ മാനേജ്മെന്റ് അല്ലെങ്കിൽ
അത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിച്ചു. ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരായിട്ട് തീരുമാനിക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, അതിന്റെ മാനേജ്മെന്റ്, then ഇൻഷുറൻസ്, laboratory റിപ്പോർട്ട്, വാക്സിനേഷൻ, then സപ്പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം. അങ്ങനെ 11 മാനേജ്മെന്റ് സിസ്റ്റം കൂടി കൂടിയതാണ്. 11 നമ്മൾ വിചാരിക്കും സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം അല്ലേ എന്ന് വിചാരിക്കും. 11 കമ്പോണൻസ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോ ഇത്രയും കമ്പോണൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും ജോബുകൾ അവിടെ ചെയ്യാനുണ്ട്. നാളെ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട ജോബുകളായിരിക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന്. ചിലവർ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിരിക്കും, വാക്സിനേഷൻ ഷെഡ്യൂൾ റിലേറ്റഡ് ആയിരിക്കും, അങ്ങനെ പല പല ജോബുകൾ നമ്മുടെ ഹോസ്പിറ്റലിനകത്തുണ്ട്. അപ്പൊ എല്ലാ മാനേജ്മെന്റും ഒന്ന് എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കി, നന്നായിട്ടൊന്ന് വായിച്ചു നോക്കി. ആദ്യം മുതൽ ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക. എനിക്കറിയാം ടഫായിട്ടുള്ള പോർഷൻ ആണ് നമ്മുടെ ചാപ്റ്റർ. ഈ ചാപ്റ്റർ തന്നെ ടഫാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോ നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കി നല്ല കുട്ടികളായിട്ട്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് മെസ്സേജ് അയക്കണം. ഇത്തിരി വലിയ പോർഷൻ ആണ് പറഞ്ഞത്. ഞാൻ വായിച്ചു കഴിയുമ്പോൾ ഒന്ന് മെസ്സേജ് അയക്കുന്നത് എല്ലാവരും. വായിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണോ കേട്ടോ. ഇന്ന് എടുത്ത പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ.
വായിച്ചു കഴിയാറായോ? വായിച്ചു നോക്കണില്ലേ? ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? എന്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്തോട്ടെ, ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇല്ല വായിച്ചു കഴിഞ്ഞിട്ടില്ല. മാനേജ്മെന്റ് ഓക്കെ, റിപ്പോർട്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാലേ നമുക്ക് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈസിലി റിപ്പോർട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പൊ നമുക്ക് ഫിനാൻഷ്യൽ റിപ്പോർട്ട് ആവട്ടെ, മെഡിക്കൽ റിപ്പോർട്ട്സുകൾ, പേഷ്യൻസിന്റെ ആവട്ടെ, നമ്മുടെ റിലേറ്റഡ് എന്ത് റിപ്പോർട്ടുകളായാലും നമുക്ക് ജസ്റ്റ് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും. അതേപോലെ തന്നെ ഒരുപാട് ഓപ്ഷനുള്ള ഒരു നമുക്ക് കമ്പയർ ചെയ്യണം. പല പല വർഷത്തെ പ്രോഫിറ്റുകൾ കമ്പയർ ചെയ്യണമെങ്കിലും ഇത് കുറച്ചും കൂടി എന്താണ് ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഓരോ റെക്കോർഡുകൾ കമ്പയർ ചെയ്ത് ഓരോ ഫയലുകൾ എടുത്ത് പേപ്പർ വർക്ക് ആകുമ്പോൾ, പേപ്പർ റെക്കോർഡ് ആകുമ്പോൾ, അല്ലെങ്കിൽ പേപ്പർ ഇൻഫർമേഷൻ സിസ്റ്റം ആണെങ്കിൽ, പേപ്പർ ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം ആണെങ്കിൽ കുറച്ചുകൂടി ടൈം ലാഗും അതേപോലെ ഒരുപാട് ബൾക്ക് ഡാറ്റാസ് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. നമുക്കറിയാം കമ്പ്യൂട്ടറൈസ്ഡ് ആകുമ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ആ കമ്പ്യൂട്ടർ സൈഡിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് അക്സസ് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും. അതാണ് ഇവിടെ റിപ്പോർട്ട് മാനേജ്മെന്റ് പറയുന്നത്. വാക്സിനേഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു നമ്മൾ കൊറോണയുടെ ഒക്കെ സമയത്ത് നമ്മൾ പ്രാക്ടിക്കൽ ആക്കിയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് ഏത് വാക്സിനേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ പറയുന്ന സപ്പോർട്ട് മാനേജ്മെന്റിന് ഇപ്പൊ ഫീഡ്ബാക്ക് രൂപത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ഇപ്പൊ ഹോസ്പിറ്റൽ ആണെന്നില്ല, ഓൺലൈനായിട്ട് ഫീഡ്ബാക്ക് കൊടുക്കാറുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും സർവീസ് എടുത്തതിന് ശേഷം ഓൺലൈനായിട്ട് ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ടോ? ഓൺലൈൻ ഏതെങ്കിലും ലിങ്ക് വഴിയാവും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയതിനു ശേഷം ഓൺലൈനായിട്ട് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കില്ലേ? ആ ഒരു ഇതാണ് സപ്പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ പറയുന്നത്. ഇനി ഫെസിലിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ആണല്ലേ ഒരാൾ ചോദിച്ച ഡൗട്ട്. ഓക്കെ, നമുക്ക് നമ്മളുടെ ഹോസ്പിറ്റലിൽ വർക്കുകളൊക്കെ നല്ല രീതിയിൽ എന്താണ് സുഗമമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും ഫെസിലിറ്റീസിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ അറിവ് വേണം. നമ്മുടെ ഇൻഫർമേഷൻസിന് എല്ലാം അപ് ടു ഡേറ്റ് ആയിരിക്കും. കാര്യം ഇപ്പൊ സ്റ്റാഫ്സിനായാലും ആർക്കായാലും ഹോസ്പിറ്റലിലെ റെക്കോർഡ്സ് അക്സസ് ചെയ്യാൻ പറ്റണം. കാരണം ഈ ഫെസിലിറ്റീസ് നമുക്ക് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യണം. ഈ നമ്മൾ കൊടുക്കുന്ന സർവീസ് പ്രോപ്പർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബെഡ് അവൈലബിലിറ്റി, ഓക്യുപ്പൻസി സ്റ്റാറ്റസും, പിന്നെ സ്പെഷ്യലൈസ്ഡ് കെയർസ് എന്നെല്ലാം ഏതൊക്കെ ദിവസമായിരിക്കും ഡോക്ടേഴ്സ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ജസ്റ്റ് ഫ്യൂ ക്ലിക്കിനുള്ളിൽ നമ്മുടെ മുമ്പിലേക്ക് അതിനുള്ള ആൻസേഴ്സ് നമുക്ക് തരാണ്. നമ്മൾ ചെന്നിട്ട് റിസപ്ഷനിസ്റ്റിനോടായിരിക്കും ചോദിക്കുന്നത് ബെഡ് അവൈലബിൾ ആണോ. അപ്പൊ റിസപ്ഷനിസ്റ്റ് കോൾ ചെയ്ത് ടൈം ലാഗ് ചെയ്യൂലേ, കോൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് പേഷ്യന്റ് എന്താ പറയാ പേഷ്യന്റ് റിലേഷൻ ഓഫീസറിനായിട്ട് വിളിച്ച് ചോദിച്ച് അവിടുത്തെ സ്റ്റാഫ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം ലാഗ് വരുന്നുണ്ട്. അതിന് പകരമായിട്ട് നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ ഓൺലൈനിൽ അപ്ഡേറ്റഡ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫ്യൂ ക്ലിക്കിനുള്ളിൽ നമുക്ക് ഏത് ബെഡാണ് അവൈലബിൾ എന്ന് വരെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇന്ന ബെഡ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് സാറിന് ഏത് ബെഡാണ് വേണ്ടത് അപ്പം ഉണ്ടാവില്ല അങ്ങനെ. അപ്പൊ അത് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് പെട്ടെന്ന് പറയാനൊക്കെ പറ്റും. ഫെസിലിറ്റി മാനേജ്മെന്റ് കുറച്ചും കൂടി സുഗമമാക്കും. നമ്മുടെ ഓവറോൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ കുറച്ചും കൂടി സുഗമമാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ കൊറോണയുടെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കാരണം ആ സമയത്താണ് നമ്മൾ ഇതേപോലത്തെ എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ എന്താണ് ഇമ്പോർട്ടൻസും അവൈലബിലിറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയത് എപ്പോഴായിരുന്നു, കൊറോണയുടെ സമയത്താണ്. അതുകൊണ്ടാണ് ഈ കോവിഡിന്റെ കാര്യം കൂടുതലായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയുന്നത്. നമ്മുടെ കോവിഡിന്റെ ഒക്കെ സമയത്ത് നമ്മൾ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഡോക്ടറിനെ ഒക്കെ കണ്ടിരുന്നത്? എങ്ങനെയാ കണ്ടിരുന്നത്? ഓർമ്മയുണ്ടോ? നമ്മൾ നേരിട്ട് പോയിട്ട് പരിശോധിച്ചിരുന്നോ, അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടായിരുന്നോ? മാസ്ക്, എടാ ഓൺലൈൻ ആയിട്ട് ഡോക്ടറിനെ കൺസൾട്ട്
ഡിസ്റ്റൻസ് ഓക്കെ. എന്നാലും ഓൺലൈൻ ആയിട്ട് കുറച്ചും കൂടി ഇപ്പോ നമ്മൾ ലോക്ക്ഡൌണിന്റെ ഒക്കെ സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഓൺലൈൻ ആയിട്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഈ പറഞ്ഞ പോലെ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടിരുന്നത് ഓൺലൈൻ ആയിട്ടായിരുന്നു. ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. സോ അതൊരു ബെറ്റർ മേക്ക് യൂസ് മാസ്ക് യൂസ് ചെയ്തു. അങ്ങനെയൊക്കെ നമുക്ക് പോയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള അത്ര റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസ് ഒക്കെ പോയിട്ടുണ്ട്. എന്നാൽ പോലും ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മൾ കൺസൾട്ടൻസി ഓൺലൈൻ ഡോക്ടേഴ്സിന്റെ കൺസൾട്ടൻസി അല്ലെങ്കിൽ സർവീസുകൾ ആ ടൈമിൽ കുറച്ചും കൂടി പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളൊന്നും കേട്ടിട്ടില്ല മുമ്പ്. നമ്മളൊരു നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ നമ്മൾ പരിശോധിക്കുന്നു, ഡോക്ടർ പരിശോധിക്കുന്നു, ട്രീറ്റ്മെന്റ് ഇത് നമുക്ക് എന്താ പ്രിസ്ക്രൈബ് ചെയ്ത് ഡയഗ്നോസ് ചെയ്ത് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. അങ്ങനെ ഒരു രീതിയായിരുന്നു നമ്മുടേത്. അത് മാറ്റിമറിച്ചത് നമ്മളുടെ കോവിഡ് കാലത്തായിരുന്നു എന്ന് നമുക്ക് പറയാം, നമ്മുടെ ഇവിടെയൊക്കെ കേരളത്തിലൊക്കെ. കാരണം കൂടുതലായിട്ട് ഓൺലൈൻ അക്സസ് ആയി. കാരണം റിമോട്ട് ഏരിയാസിലോട്ടൊന്നും നമുക്ക് റീച്ച് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്നാൽ നമുക്ക് അവിടെ എല്ലാവർക്കും എത്തിച്ചില്ലേ വേണം. അപ്പൊ അതുകൊണ്ട് ഡോക്ടേഴ്സിന്റെ ഒക്കെ കൺസൾട്ടൻസി ത്രൂ ഓൺലൈൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോർഷൻ. ഓക്കെ, ആദ്യം പറയുന്നത് ഫസ്റ്റ് പോയിന്റ് നോക്കാട്ട, ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റൽ. നമ്മുടെ പേഷ്യന്റും ഹോസ്പിറ്റലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ഇംപ്രൂവ് ആയിട്ടുണ്ട്. കാരണം അവർക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ മെഡിക്കൽ റെക്കോർഡ് അക്സസ് ചെയ്യാൻ പറ്റും, അവർക്ക് അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് റിമൈൻഡേഴ്സ് ഉണ്ട്. നമ്മളൊരു അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മെസ്സേജ് വരാണ്, ഇന്ന ടൈമില് ഇന്ന സമയത്ത് ഇന്ന ഡോക്ടറായിട്ട് ഇന്ന ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ റിമൈൻഡേഴ്സ് വരും. ചിലപ്പോൾ രാവിലെ വരും, അല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ ഒരു 1 hour മുമ്പ് വരും. അങ്ങനെ 1 hour മുമ്പ് നമുക്കത് എത്തിച്ചെല്ലാൻ പറ്റില്ല എന്നാണെങ്കിൽ നമുക്ക് അന്ന് തന്നെ വേണമെങ്കിൽ ടൈം മാറ്റാനായിട്ട് റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡേയ്സ് അല്ലെങ്കിൽ വേറൊരു ഡേയ്സിലേക്ക് നമ്മുടെ ഷെഡ്യൂൾ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. 59% of millionaires are willing to switch the doctor for better online access. ഇപ്പൊ ഒരു സർവേ നടത്തിയിട്ടില്ല, 59% ആൾക്കാരും അല്ലെങ്കിൽ 50% ആൾക്കാർ ബില്ല് ചെയ്യുന്നത് ഡോക്ടേഴ്സിന്റെ ഓൺലൈൻ ആക്സസിനെ കുറിച്ചിട്ടാണ്. കാരണം നമ്മൾ വിചാരിക്കും നമ്മൾ ഡോക്ടറെ പോയി കാണുന്നത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് എന്ന് വിചാരിക്കും. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ചില കലാമിറ്റീസ്, നാഷണൽ കലാമിറ്റീസ് ഒക്കെ വന്ന സമയത്ത് ഓൺലൈൻ അക്സസ് കുറച്ചും കൂടി നമുക്ക് എത്തിച്ചെല്ലാൻ പറ്റാത്ത ഏരിയാസിലേക്കൊക്കെ നമുക്ക് ഈ ഓൺലൈൻ അക്സസ് അല്ലെങ്കിൽ റിമോട്ട് ഏരിയാസിലേക്കൊക്കെ ഇതേപോലത്തെ ഓൺലൈൻ കൺസൾട്ടൻസി കുറച്ചും കൂടി നല്ലതാണ്. ഓൺലൈൻ അക്സസ് കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് പേഷ്യൻസിനൊക്കെ ഓൺലൈൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡോക്ടറെ കാണാനും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അപ്പൊ അത് ഷെയർ ചെയ്യാനും അവർ വെറീസ് ഒക്കെ പറയാനും എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയും. അതിന് വേണ്ട ഫെസിലിറ്റീസ് കൂടി നമ്മുടെ അടുത്ത് വേണം കേട്ടോ, നമ്മുടെ പേഷ്യന്റിന്റെ കയ്യിൽ കൂടി വേണം. ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം will enhance the communication between the patient and hospital by allowing the patient to approach their medical record. അപ്പോൾ ഹോസ്പിറ്റലും പേഷ്യൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ഇംപ്രൂവ് ആക്കുന്നുണ്ട്. അത് ഏതെല്ലാം വഴിയിലൂടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് എന്ത് ചെയ്യാൻ പറ്റും, അക്സസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. പേഷ്യന്റ് ഐ ഡി യൂസ് ചെയ്ത് അവർക്ക് റെക്കോർഡ്സ് അക്സസ് ചെയ്യാൻ പറ്റും. ബുക്ക് അപ്പോയിന്റ്മെന്റ്സ്, നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് പേഷ്യന്റ് ഐ ഡി വെച്ചിട്ട് നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും. റിസീവ് റിമൈൻഡേഴ്സ്, നമ്മൾ ഒരു പ്രാവശ്യം അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് റിമൈൻഡേഴ്സ് വരും. ഹോസ്പിറ്റൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇൻഫർമേഷൻ സിസ്റ്റം നമുക്ക് റിമൈൻഡേഴ്സ് അയക്കും. കമ്മ്യൂണിക്കേറ്റ് ഓൺലൈൻ വിത്ത് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സ്, നമുക്ക് ഓൺലൈൻ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം നമുക്ക് പ്രൊവൈഡ് ചെയ്യും. യു വിൽ ഹാവ് എൻഹാൻസ് പേഷ്യന്റ് എൻഗേജ്മെന്റ് ആൻഡ് റിഡക്ഷൻ ഇൻ വെയിറ്റിംഗ് ടൈം. നമുക്ക് കുറച്ചും കൂടി പേഷ്യൻസ് ആയിട്ട് കുറച്ചും കൂടി കൂടുതൽ എൻഗേജ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ വെയിറ്റിംഗ് ടൈം നമുക്കറിയാം, മുമ്പത്തെ പഴയ ഒരു രീതിയിലാണ് കൺസൾട്ടേഷനെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം എന്ത് ചെയ്യാറുണ്ട്, എടുക്കാറുണ്ട്. നമ്മളിപ്പോ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോകുമ്പോൾ ചിലപ്പോ ഒരു ഫുൾ ഡേ നമുക്ക് നഷ്ടപ്പെട്ടു പോകാറൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടറിനൊക്കെ കാണാൻ പോകും. പക്ഷെ ഇന്ന ടൈമിൽ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ ആ പേഷ്യന്റിന് എപ്പോഴാണ് കൺസൾട്ടേഷൻ ടൈം കറക്റ്റ് ആയിട്ട് അവർ ഷെഡ്യൂൾ ചെയ്തിരുന്നു. അപ്പൊ ആ ടൈമിൽ ഡോക്ടർ വേറെ പേഷ്യൻസിനെ ഒന്നും ട്രീറ്റ് ചെയ്യില്ല, നമുക്ക് വേണ്ടിയിട്ട് അലോ ചെയ്ത ടൈമാണ്. സോ വെയിറ്റിംഗ് ടൈം നമുക്ക് അവിടെ ഇല്ല, നമുക്ക് ചെല്ലാം, നമ്മുടെ ടൈം ആകുമ്പോഴേക്കും ചെന്നാൽ മതി, നമുക്ക് ആ ഒരു സർവീസ് എടുക്കാം പോരാം.
ആൻഡ് ഇംപ്രൂവ്ഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നമ്മൾ ഒരുപാട് വെയിറ്റിംഗ് ടൈം ഒന്നും കൊടുക്കുന്നില്ല, പേഷ്യൻസിനെ ലാഗ് ചെയ്യിക്കുന്നില്ല. സോ നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അതുവഴി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റയാണ്. ആൻഡ് HMS ഹെൽപ്സ് യു. നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഡാറ്റാസ് ഉണ്ടല്ലോ, നമ്മുടെ പേഷ്യന്റിന്റെ ഡാറ്റാസ് എല്ലാം സേഫും സെക്യൂർ ആണ്. ഹോസ്പിറ്റലിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആ എന്താ പറയാ ഡാറ്റാസ് അസസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ നമ്മുടെ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ളൂ, അസസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ളൂ. സോ അത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് HIAAP, അത് നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോബബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട് ആണ് HIPAA എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ഇൻഫർമേഷൻസ് എന്താണ് മറ്റാരുമായിട്ടും ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് നിലവിൽ വന്നത്. ഓക്കേടാ, നമ്മളില്ലേ നമ്മുടെ സെക്യൂർഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ ഞാൻ ടൈപ്പ് ചെയ്യാം. ഹെൽത്ത് ടൈപ്പ് ചെയ്യണേ. ഹെൽത്ത് ഇൻഷുറൻസ് പ്രോബബിലിറ്റി അക്കൗണ്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ ഉള്ള ഇൻഫർമേഷൻസ് നമ്മുടെ ഹോസ്പിറ്റല് മറ്റാരുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. കാരണം നമ്മളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ആ ഒരു ഇതിലുണ്ടാവാറ്. അപ്പൊ നമ്മളത് ഹോസ്പിറ്റലിൽ മറ്റാരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പാടില്ല വിത്തൗട്ട് പേഷ്യന്റ് കൺസെന്റ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നിലവിൽ വന്നൊരു ആക്ട് ആണ് ഇത് ഹൈപ്പ. ഓക്കെ, ക്യാപ്സ് ആണ് എല്ലാത്തിന്റെയും ഹെഡിങ്ങിന് എല്ലാവരും ക്യാപ്സ് കൊടുക്കുക. അത് അങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് എല്ലാവരും എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, PHI എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ. ഞാൻ PHI എന്ന് പറയുമ്പോൾ സ്പേസ് ഇട്ട് വന്നപ്പോ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. PHI എന്ന് പറഞ്ഞാല് പേഴ്സണൽ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ ആണ്. നമുക്ക് അതിലേക്ക് വരാം. നമ്മളുടെ ഇൻഫർമേഷൻസ്, നമ്മളുടെ ഡാറ്റാസ് നമ്മൾ സെക്യൂർഡ് ആയിട്ട് വേണം കീപ്പ് ചെയ്യാനായിട്ട്. അത് അതോറിറ്റി ഉള്ള ആൾക്കാർ മാത്രമേ അത് അക്സസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ളൂ. പിന്നെ അക്കൗണ്ടബിലിറ്റി ഉള്ള ലൈസൻസ്. ഇത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആക്ട് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ടും ആണ് ഈ എന്താ പറയാ കംപ്ലയൻസ് സോഫ്റ്റ്വെയർ ഫോർ PHI സെക്യൂരിറ്റി. നമ്മുടെ ഹെൽത്ത് ഇൻഫർമേഷൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കിയ ഒരു ആക്ട് ആയിരുന്നു ഏത് HIPAA എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ ഇതിനൊന്ന് ചോദിക്കാം, നമ്മുടെ HIPAA A എന്താണ്, ഫസ്റ്റ് A എന്താണ്, അല്ലെങ്കിൽ P സ്റ്റാൻഡ്സ് ഫോർ, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ചിലപ്പോ ഒരു പ്രാവശ്യം H എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം I എന്താന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ.
അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻസ് സെക്യൂർഡ് ആയിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാൻ, സേഫ് ആയിട്ട് വേണം സൂക്ഷിക്കാൻ. ഓതറൈസ്ഡ് പേഴ്സൺസ് മാത്രമേ ആ ഇൻഫർമേഷൻസ് അക്സസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ളൂ. ഇംപ്രൂവ്ഡ് അക്സസ് പ്രോബബിലിറ്റി എന്നാണ് പറയുന്നത്, പ്രൊട്ടബിലിറ്റി എന്നാണ്. ഞാൻ ഒന്നും കൂടി നോക്കി, അത് പ്രൊട്ടബിലിറ്റി എന്നാണ്. ഒന്ന് ഫുൾ ഫോം നിങ്ങളും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഫുൾ ഫോം ഓഫ് HIPAA നോക്കിയാൽ മതി. അത് ഞാൻ പഠിച്ചിരിക്കുന്നതാണ് കറക്റ്റ് കേട്ടോ. HMSന്റെ ഫുൾ ഫോം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആടാ. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം കേട്ടോ. അത് എല്ലാ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം യൂസ് ചെയ്യാം, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം യൂസ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അവര് പറയുമ്പോൾ അതാണ് എന്താ പ്രബിത, ഏത് ചാപ്റ്റർ ആണ് മിസ്? മതിയിട്ടേനോ അത് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്ററില് ചാപ്റ്റർ 8 കേട്ടോ. ചാപ്റ്റർ 8 നമ്മൾ എടുക്കുന്നത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ ബേസിക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ബെനിഫിറ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തില് രണ്ടാമത്തെ പോയിന്റിലാണ് വന്നേട്ടാ. ഓക്കെ, അപ്പോ ഇനി ഇംപ്രൂവ്ഡ് അസസ് ടു പേഷ്യന്റ് ഡാറ്റാസ്. നമുക്ക് പേഷ്യൻസിന്റെ ഡാറ്റാസ് അസസ് ചെയ്യാൻ കുറച്ച് എടാ, അത് മലയാളം മീനിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതിൽ പറയുന്നത് ഒരു ആക്ട് ആണ്, ഒരു ആക്ടിന്റെ പേരാണ്. ഇപ്പൊ അക്കൗണ്ടബിലിറ്റി ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ആക്ട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ആക്ട് ആണ്. മോന് വേണ്ടത് മീനിങ് ആണെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. പ്രൊട്ടബിലിറ്റിയുടെ മീനിങ് പോർട്ടബിലിറ്റി എന്ന പോർട്ടബിലിറ്റി എന്ന പോർട്ടബിലിറ്റി ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടാ. ഫുൾ ഫോം ഇപ്പോൾ അതില് ഇതാണ് പറഞ്ഞത്. അതങ്ങനെ തന്നെ പഠിക്കാം. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആണ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട് എന്ന് പഠിക്കാം കേട്ടോ. ഈശ എനിക്ക് താങ്ക്സ്. അങ്ങനെ പെട്ടെന്ന് അതിന്റെ മീനിങ് എന്താണെന്നാണെന്ന് വിചാരിച്ചു, മീനിങ് ചോദിച്ചതാണെന്ന് വിചാരിച്ചു. ജസ്റ്റ് ആ ഒരു ആക്ട് ആണ് അവിടെ പറയുന്നത്. സോ ആ വേർഡ് അങ്ങനെ, ആ ഒരു സെന്റൻസ് അങ്ങനെ തന്നെ പഠിക്കാം. ഇനി പേഷ്യൻസിന്റെ ഡാറ്റാസ് കുറച്ചും കൂടി നമുക്ക് അസസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ്. You can have easily entrance to all patient related data on the system using an HMS. നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം യൂസ് ചെയ്ത് നമുക്ക് പേഷ്യൻസിന്റെ ഡാറ്റാസ് എപ്പോൾ വേണമെങ്കിലും അസസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. യു ആരാണ്? അതിന് അതോറിറ്റി ഉള്ള പേഴ്സൺസ്, ഹോസ്പിറ്റലില് ഇതിന് എന്താണ് അതോറിറ്റി ഉള്ള വ്യക്തികൾക്ക് മാത്രമാണ് അത് പറ്റുള്ളൂ. യു ക്യാൻ ഓൾസോ അപ്രോച്ച് ഡാറ്റ സച്ച് ആസ് പേഷ്യന്റ് ഹിസ്റ്ററി. നമുക്ക് പേഷ്യന്റ് ഹിസ്റ്ററി നോക്കാം. ഡോക്ടേഴ്സ് എൻഗേജ്ഡ്, ഏതെല്ലാം ഡോക്ടേഴ്സ് ആണ് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് റിസൾട്ട്, അദ്ദേഹം ഇത്രയും നാൾ ചെയ്തിട്ടുള്ള എല്ലാ ടെസ്റ്റുകളുടെയും റിസൾട്ടുകൾ നോക്കാം. ബില്ലിംഗ് ഡീറ്റെയിൽസ്, നമ്മൾ ഓരോ പ്രാവശ്യം ട്രീറ്റ്മെന്റ് എടുത്ത സമയത്ത് എത്ര ബില്ലായിട്ടുണ്ട്, അങ്ങനത്തെ മച്ച് മോർ വിത്ത് ജസ്റ്റ് ഫ്യൂ ക്ലിക്സ്. ഞാൻ പറയാറില്ലേ, ജസ്റ്റ് കീബോർഡിൽ ജസ്റ്റ് ഫ്യൂ ക്ലിക്സ് ചെയ്യുന്ന ആ ഒരു ടൈം മാത്രം മതി. ഇത്രയും വലിയ ഇൻഫർമേഷൻസ് നമ്മുടെ നമ്മുടെ ഫ്രണ്ടില് ഡിസ്പ്ലേ കമ്പ്യൂട്ടറിലേക്ക് അത് വരും. അപ്പൊ മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓരോ പേപ്പേഴ്സ് എടുത്ത് ചെക്ക് ചെയ്ത് ഓരോ ഇൻഫർമേഷൻസ് നമ്മളത് ഓരോന്നും വെരിഫൈ ചെയ്ത് നോക്കണമായിരുന്നു. പക്ഷെ അത് നമുക്ക് കുറച്ചും കൂടി ഈസി ആയി, കാരണം ഇൻക്ലൂഡ് ആയി. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജസ്റ്റ് ആ പേഷ്യന്റ് ഐഡി അടിച്ച് കയറാം, നമ്മൾ പേഷ്യന്റ് ഡീറ്റെയിൽസ് നോക്കുക, ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആണ്. സോ നമുക്കത് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി യൂസ് ടേൺ അറൌണ്ട് ടൈം. നമുക്ക് ഓരോ പ്രാവശ്യം പേഷ്യന്റ് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി എന്താണ്, ഏതെല്ലാം അസുഖങ്ങൾ ഉണ്ട് എന്നൊക്കെ ചോദിച്ചറിഞ്ഞ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട പ്രശ്നം ഇവിടെ വരുന്നില്ല. ഫസ്റ്റ് പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ തന്നെ ഈ ഡാറ്റാസ് ഒക്കെ HMSലേക്ക് കയറ്റിയിടാണ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് കയറ്റിയിടാണെങ്കിൽ നമുക്ക് ഈ ഡാറ്റാസ് കൂടുതൽ പെട്ടെന്ന് നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഒരു പേഷ്യന്റ് വരുമ്പോൾ തന്നെ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, പഴയ ഹോസ്പിറ്റലൊക്കെ പേപ്പർ വൈസ് ആയിട്ടായിരിക്കും ആൾക്കാർ എന്ത് ചെയ്തിരുന്നത്, ഓരോ ഷീറ്റ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. ടാബ് പോലെ നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ള ലാപ്ടോപ്പുകളൊക്കെ തന്നെയാണ് അവരിപ്പോ യൂസ് ചെയ്യുന്നത്. കാരണം സിമ്പിൾ ആണ്, എല്ലാ ഡാറ്റാസും ഇതിലുണ്ട്. നമുക്ക് പേപ്പറിന്റെയോ പേനയുടെയോ ആവശ്യങ്ങളോ ഒന്നുമില്ല. യു ക്യാൻ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, സ്ട്രീം ലൈൻ യുവർ ഹോസ്പിറ്റൽ വർക്ക് ഫ്ലോ ബൈ ഓട്ടോമാറ്റിക്
routine job like appointment or stock management of appointments, സ്റ്റോക്ക് മാനേജ്മെന്റ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേണ്ട ടൈമുകൾ എഫേർട്സ് കുറയ്ക്കാനായിട്ട് പറ്റും. സോ നമ്മുടെ ടൈം നമ്മുടെ എന്താണ് ഹോസ്പിറ്റലിൽ ബാക്കി കാര്യങ്ങളിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. Streamline your hospital workflow by automating routine job like അപ്പോയിന്റ്മെന്റ് ഓർ സ്റ്റോക്ക് മാനേജ്മെന്റ് അതെല്ലാം ഓൺലൈൻ ആയിട്ടാണ് പോകുന്നത്. സോ അവിടെ ഒരു വ്യക്തിയുടെ ആവശ്യം വരുന്നില്ല. ദിസ് ഡിക്രീസ് ദ ടൈം ആൻഡ് എഫേർട്ട് റിക്വയർഡ് ടു പെർഫോം ദിസ് ജോബ് ആൻഡ് ടേൺ അറൌണ്ട് ടൈം. അപ്പൊ നമുക്ക് ഈ ജോബ് ചെയ്യേണ്ട ടൈം നമുക്ക് ആ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ അനാവശ്യമായിട്ട് ചെലവാക്കി കളയേണ്ടതും വരുന്നില്ല. ഇറ്റ് ഓൾസോ ഹെൽപ്പ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ് ടു ഫോക്കസ് ഓൺ മോർ ക്രിട്ടിക്കൽ പേഷ്യന്റ് കെയർ ഏരിയ. സോ ബാക്കി ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ ബാക്കി എല്ലാ ഹോസ്പിറ്റൽ സ്റ്റാഫിനും ക്രിട്ടിക്കൽ കെയർ ഏരിയ പേഷ്യന്റ് കെയർ ഏരിയാസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും അവരുടെ ജോബ് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ചെയ്യുന്നതിലും കുറച്ചും കൂടി അവർ ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ട്. റെഡ്യൂസ് ടേൺ അറൌണ്ട് ടൈം ആണ് പറഞ്ഞത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ അപ്പോയിന്റ്മെന്റ് മുതൽ സ്റ്റോക്ക് മാനേജ്മെന്റ് വരെ ഓൺലൈനായിട്ട് ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എഫേർട്സ് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ജോബ് ചെയ്യേണ്ട ആൾക്കാർക്ക് മറ്റ് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് നമുക്ക് ക്രിട്ടിക്കൽ പേഷ്യന്റ് കെയർ ഏരിയാസിലേക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഒരു പേഷ്യൻസിന് എന്ത് സർവീസ് ആണ് വേണ്ടതെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പെർഫോം ചെയ്യാനും പറ്റുന്നുണ്ട്. സോ അവർക്ക് അവിടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഇത്രയുമാണ് 4 പോയിന്റ് പറഞ്ഞത്. ഏതൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് പറഞ്ഞത് ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലും പേഷ്യന്റും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കൂട്ടാനായിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽസിൽ നമ്മുടെ പേഷ്യൻസിന്റെ ഡാറ്റാസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലുള്ള എല്ലാ ഡാറ്റാസും സെക്യൂർഡ് സേഫും ആണ്. നമുക്ക് പേഷ്യൻസിന് എന്താണ് പേഷ്യൻസിന്റെ ഡാറ്റാസ് അസസ് ചെയ്യാനായിട്ട് അതോറിറ്റിയുള്ള വ്യക്തികൾക്ക് പറ്റും. സോ ജസ്റ്റ് ഫ്യൂ ക്ലിക്സിൽ പേഷ്യൻസിനെ കുറിച്ചിട്ട് എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഫ്രണ്ടിലേക്ക് വരും. അതേപോലെ ടേൺ അറൌണ്ട് ടൈം റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അനാവശ്യമായി ഇങ്ങനെ എന്താണ് ഓൺലൈനായിട്ട് അല്ല നമ്മളിപ്പോ എന്താണ് ചിലപ്പോൾ നമ്മൾ പഴയ ഹോസ്പിറ്റലിന്റെ ഒരു എക്സാമ്പിൾ പറയണം. മുമ്പ് ഈ ടെലിഫോണിലൊക്കെ വഴി നമ്മൾ ബുക്ക് ചെയ്യുമായിരുന്നല്ലോ. ടോക്കൺ ഒക്കെ എടുക്കുമ്പോൾ അവിടെ സ്റ്റാഫ് വേണം, എപ്പോൾ വേണമെങ്കിലും ബെല്ലടിക്കും, അപ്പൊ നമ്മൾ ബുക്കിംഗ് ചെയ്യണം, സംസാരിക്കാം, അതിന് വേണ്ടി ഒരാൾ വേണം. ഇപ്പൊ ഓൺലൈൻ ആകുമ്പോൾ ജസ്റ്റ് ഫ്യൂ ക്ലിക്കിൽ തന്നെ പേഷ്യന്റ് തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ അത് ഹെൽപ്ഫുൾ ആണ്. റെഡ്യൂസ് ടേൺ അറൌണ്ട് ടൈം. അടുത്ത പോയിന്റ് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കാരണം കുറച്ചും കൂടി നമുക്ക് പൈസ കുറവ് മതി. കാരണം എന്താണ്, ബുക്ക് ചെയ്യുന്ന സമയത്ത് ഓൺലൈനായിട്ട് ബുക്ക് അല്ല നമ്മൾ പഴയ മെത്തേഡ് ആണെങ്കിൽ ഒരു സ്റ്റാഫിന് നമ്മൾ അവിടെ അപ്പോയിന്റ് ചെയ്യണം. കോളിംഗ് സെഷനോ അല്ലെങ്കിൽ എന്താ പറയാ പിന്നെ കസ്റ്റമർ കെയറിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യണം. ഓൺലൈൻ ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സോഫ്റ്റ്വെയർ ആണ്. സോ അവിടെ അതിന്റെ പൈസയുടെ ആവശ്യം വരുന്നില്ല. നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആണ്, അധികം ചിലവൊന്നും വരുന്നില്ല. ഇൻട്രൊഡ്യൂസിങ് ആൻ HMS ഒരു ഏരിയയിൽ മാത്രമല്ല കേട്ടോ നമുക്ക് ഈ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. മുമ്പ് നമ്മൾ ഈ സ്റ്റോക്ക് മാനേജ്മെന്റ് ഒക്കെ ഒരുപാട് വ്യക്തികൾ ഒരുമിച്ച് ചെയ്താൽ ഈ സ്റ്റോക്ക് മാനേജ്മെന്റ് ഒക്കെ പ്രോപ്പർ ആവുള്ളൂ. പക്ഷേ ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാനേജ്മെന്റ് ഒക്കെ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഫ്യൂ ക്ലിക്കിനുള്ളിൽ ഒരാൾ മാത്രം മതിയാവും ആ ഒരു ഫുൾ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട്. കാരണം എന്താണ്, ഒക്കെ ഓൺലൈൻ ആണ്. ഇൻട്രൊഡ്യൂസിങ് ആൻ HMS ക്യാൻ ലീഡ്സ് ടു സിഗ്നിഫിക്കന്റ് കോസ്റ്റ് സേവിംഗ് ഫോർ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കോസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് ഏത് HMS എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ബൈ റെഡ്യൂസിങ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, എൻഹാൻസ് റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് റെഡ്യൂസ് വേസ്റ്റേജ് ഓഫ് മെഡിക്കൽ സപ്ലൈ. നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ് ചെലവുകൾ കുറയ്ക്കാനായിട്ട് പറ്റും. കാരണം ചാപ്റ്റർ 46 ആടാവും അതോ ചാപ്റ്റർ 46 ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ ബേസിക് കേട്ടോ. ഓക്കെ, നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബാക്കി നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ സ്റ്റാഫുകൾ നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. മെഡിക്കൽ സപ്ലൈസ് വേസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്നുണ്ട്. കാരണം നമുക്ക് ഇപ്പൊ ഡേറ്റ് പ്രോപ്പർ ആയിട്ട് നമ്മുടെ HMSലെ എക്സ്പയറി ഡേറ്റ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഓൾറെഡി എൻറ്റർ ചെയ്തിട്ടുണ്ടാവും. സോ നമുക്ക് ആ മെഡിക്കൽ സപ്ലൈയുടെ വേസ്റ്റേജ് അല്ലെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സപ്ലൈസ് കൊടുക്കാനായിട്ട് ജസ്റ്റ് ഫ്യൂ ക്ലിക്സിൽ ഇപ്പൊ ഡോക്ടർ ആണെങ്കിൽ പോലും പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന സമയത്ത് ആ ഒരു മെഡിസിൻ ഇല്ല എന്ന് കാണുമ്പോൾ നെക്സ്റ്റ് മെഡിസിൻ നമുക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആൻഡ് HMS ക്യാൻ ഓൾസോ മാക്സിമൈസ് revenue stream by making sure timely billing and reduce claim denials.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HMS നമുക്ക് മാക്സിമം റവന്യൂ ഏൺ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ ബിൽ ചെയ്യുന്നു. അതേപോലെ തന്നെ ക്ലെയിമുകളുടെ ദിനയില്, ക്ലെയിം എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഷുറൻസ് ക്ലെയിം ആണ് കേട്ടോ. അപ്പോൾ ക്ലെയിമുകൾ ഇന്റിമേറ്റ് ചെയ്യുന്ന കാര്യത്തിലും അത് അപ്രൂവ് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാനായിട്ട് നമ്മുടെ ഇൻഷുറൻസ് ആരുണ്ട്, ഇൻഷുറൻസ് മാനേജ്മെന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. സോ അതുകൊണ്ട് ക്ലെയിം ഡിനയൽ എന്ന് പറഞ്ഞാല് വൈകുന്നത് നമുക്ക് ഒരു പരിധി വരെയും കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇന്റലിജന്റ് അനലിറ്റിക് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സ്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ജസ്റ്റ് ഫ്യൂ ക്ലിക്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിപ്പോർട്ട്സുകളെല്ലാം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് HMS can give valuable insights regarding the operation by generating real-time reports on various metrics such as patient flow, occupancy rates and income generation. ഈ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ നമുക്ക് കുറച്ചും കൂടി റിപ്പോർട്ടുകൾ പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി പറ്റും. അപ്പൊ നമുക്ക് പേഷ്യൻസ് വരുന്ന ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് കേസുകൾ, ഓക്യുപ്പൻസി റേറ്റ്സ്, ഇപ്പൊ എത്ര ഓക്യുപ്പൻറ്റ് ആണ് നമ്മുടെ ഹോസ്പിറ്റലിൽ, എത്ര ബെഡ് വേക്കന്റ് ആണ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ജസ്റ്റ് ഫ്യൂ ക്ലിക്സ് നോക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഇൻകം ജനറേറ്റ് ചെയ്യാനൊക്കെ അത് കുറച്ചുകൂടി ഇൻകം ജനറേഷൻ റിലേറ്റഡ് പ്രോഫിറ്റ് നമ്മളെ ഫിനാൻഷ്യൽ റിപ്പോർട്ടൊക്കെ നോക്കി കമ്പയർ ചെയ്യാനൊക്കെ നമുക്ക് ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദിസ് ഹെൽപ്സ് യു ടു മേക്ക് ഡാറ്റ ഡിറൈവ് ഡിസിഷൻ. നമുക്ക് ഡാറ്റ നോക്കിയിട്ട് തീരുമാനം എടുക്കണമെങ്കിൽ അത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആണ്. ഇംപ്രൂവ് ദ പ്രോസസ്. നമുക്ക് കുറച്ചുകൂടി നമ്മുടെ പ്രവൃത്തിയിൽ കുറച്ചുകൂടി പ്രാബല്യം വരുത്താനായിട്ട് പറ്റും. ഒപ്റ്റിമൈസ് ദ റിസോഴ്സ്. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ്, നമുക്കറിയാലോ നമ്മുടെ റിസോഴ്സ് ഒക്കെ സ്കേഴ്സ് ആണ്, നമ്മളത് എഫക്റ്റീവ്ലി ആൻഡ് പ്രോപ്പർലി മാനേജ് ചെയ്യണം. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നാണ് നമ്മൾ പറയാറ്. അപ്പോൾ ഒപ്റ്റിമൈസേഷൻ ഓഫ് റിസോഴ്സസ്, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ റിസോഴ്സ്. ദെൻ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആണ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന് ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആണ്. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഒറ്റൊരു സ്ട്രീമിലാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. സോ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓവറോൾ എല്ലാ കാര്യത്തിലും ഉണ്ടാവും. അതേപോലെ നല്ല എഫിഷ്യൻസി ആയിരിക്കും, കാരണം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ്. എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മനുഷ്യർക്ക് ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല, പക്ഷെ കമ്പ്യൂട്ടറിന് ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും അത് എറർ കാണിക്കാറുണ്ട്. നോക്കാം. And HMS helps to build a centralized platform for managing activities, allowing the hospital to streamline their administrative processes. അപ്പോൾ നല്ല രീതിയിൽ അവർ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് എൻഷുവേഴ്സ് കൺസിസ്റ്റൻസി ബിയോണ്ട് ദ ഡിപ്പാർട്ട്മെന്റ്സ്. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുക, നല്ല എല്ലാവർക്കും ഒരു സ്ഥിരത എന്നുള്ള രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഓവറോൾ കൺട്രോൾ ആർക്കുണ്ട്, ഈ HMS ഉണ്ട്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന് ഉണ്ട്. This can enhance efficiency. നമുക്കിത് എഫിഷ്യൻസി കൂട്ടാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് വരുന്ന മിസ്റ്റേക്കുകൾ കുറയ്ക്കും, കാരണം മെഷീൻ ആണ്. മനുഷ്യർ എൻറ്റർ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ബെറ്റർ ഓവറോൾ പേഷ്യന്റ് കെയർ എന്നാണ്, പേഷ്യൻസിന് കൊടുക്കുന്ന കെയറിൽ കുറച്ചും ബെറ്റർ നമുക്ക് കെയർ കൊടുക്കാനായിട്ടും ഹെൽപ്ഫുൾ ആണ്. കാരണം നമ്മൾ ഫുള്ള് എന്താണ് ഓൺലൈനാണ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. റെഡ്യൂസ് മെഡിക്കൽ എറേഴ്സ്. നമ്മൾ പറഞ്ഞു മെഡിക്കൽ എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ മിസ് ഡയഗ്നോസിസും ഇൻകറക്റ്റ് ട്രീറ്റ്മെന്റും അതേപോലെ ഡ്രഗ്സിൽ വന്നിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് ഇതിൽ വെച്ച് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം ആൻഡ് HMS can help to reduce medical errors by providing doctors and nurse with update patient information. പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് അപ് ടു ഡേറ്റ് ആണ്, ഡെയിലി അത് അപ്ഡേറ്റ് ചെയ്യുന്നത്. റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ റിസൾട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ HMSലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എൻട്രി ചെയ്യുന്നുണ്ട്. സോ അത് ആ ഡോക്ടറുടെ പേഷ്യന്റിനെ പരിശോധിക്കുന്ന ടൈമിൽ അത് ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന്റെ മുമ്പിൽ സ്ക്രീനിൽ വരാണ്. സോ ഇൻഫർമേഷൻസ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അസുഖം എന്താണെന്ന് കണ്ടെത്താനും ഡയഗ്നോസിസ് ചെയ്യാനും കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആണ്. ഇത് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് മിസ് ഡയഗ്നോസിസ്. മാറിപ്പോവാ, ഡയഗ്നോസിസ് ചെയ്യുന്ന അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാതിരിക്കാൻ, കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുക, or adverse drug interactions, അല്ലെങ്കിൽ ഡ്രഗ്സ് കൊടുത്തതിൽ എന്തെങ്കിലും തെറ്റുകൾ വരാം, അതൊക്കെ ഓക്കേടാ. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇന്റലിജന്റ് അനലിറ്റിക്. ഇന്റലിജന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും. ഇത് ഏത് പോയിന്റിലാണ് വരുന്നത്?
ഓക്കെ, ഇനി ലാസ്റ്റ് പറയാവേ. ഇനി റെഡ്യൂസ് 6th ഞാൻ പറയാം. റെഡ്യൂസ് റീഅഡ്മിഷൻ ആൻഡ് റീഹോസ്പിറ്റലൈസേഷൻ റേറ്റ്. നമ്മൾ പറഞ്ഞു കറക്റ്റ് ആയിട്ട് എല്ലാ റിസൾട്ടും അപ് ടു ഡേറ്റ് ആണ്. അപ്പോൾ ഡോക്ടേഴ്സിനോ നഴ്സിനോ അത് കണ്ടിട്ട് നോക്കിയിട്ട് ഇൻഫർമേഷൻസ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയഗ്നോസിസ് എന്താണ് അസുഖം എന്ന് കണ്ടെത്താനും അതിന് വേണ്ട ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനും പറ്റും. പക്ഷെ പഴയ സിസ്റ്റത്തിലാണെങ്കിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ ഡോക്ടർ ലക്ഷണങ്ങൾ വെച്ചിട്ടായിരിക്കും മെഡിസിൻ കൊടുക്കണം. ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് ആ അസുഖമല്ല വേറൊരു അസുഖമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ റീഅഡ്മിഷൻ റേറ്റുകൾ കൂടാനും റീഹോസ്പിറ്റലൈസേഷൻ വീണ്ടും നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ചാൻസുകളൊക്കെ വരും. സോ HMS-ലാണെങ്കിൽ നല്ല ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിലാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ലാബിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ വീണ്ടും കാണുന്നതിന് മുമ്പായിട്ട് റിസൾട്ട് ഡോക്ടർ സിസ്റ്റത്തിൽ വന്നു. സോ ഇൻഫർമേഷൻസ് അപ് ടു ഡേറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റീഅഡ്മിഷൻ രണ്ടാമത് വീണ്ടും അഡ്മിഷൻ ആവുന്നതിന്റെ റേറ്റും അതേപോലെ റീഹോസ്പിറ്റലൈസേഷൻ റേറ്റ്സും നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. And HMS can also decrease the readmission and rehospitalization rates. നമുക്ക് റീഅഡ്മിഷനും റീഹോസ്പിറ്റലൈസേഷൻ റേറ്റ്സും ഒരു പരിധി വരെ കുറയ്ക്കാം. എൻഷുറിങ് ടൈംലി ഫ്ലോ ആക്കുക. നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ടൈംലി ആയിട്ട് കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ഇൻഫർമേഷൻസ് നമ്മൾ HMS-ലേക്ക് വരുമ്പോൾ അവർ കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഡയഗ്നോസിസ് ചെയ്യാനും പറ്റും. അപ്പൊ റീഅഡ്മിഷനും റീഹോസ്പിറ്റലൈസേഷൻ റേറ്റും കുറയ്ക്കാൻ പറ്റും. This increase the patient outcomes and minimize കോംപ്ലിക്കേഷൻ റിസ്കുകൾ. അപ്പൊ നമുക്ക് പേഷ്യൻസിന്റെ ഔട്ട്കമും അതേപോലെ കോംപ്ലിക്കേഷൻസ് റിസ്കുകളും കുറയ്ക്കാനായിട്ട് ഇത് പറ്റും. കാരണം നമുക്ക് എന്താണ് അസുഖം എന്ന് മുൻകൂട്ടി കണ്ടെത്താനും നമുക്ക് എന്താണ് എന്ന് മനസ്സിലാക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളും സർവീസും പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഇനി ആരാണ് ചോദിച്ചത്? ഇന്റലിജന്റ് അനലിറ്റിക്കൽ വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്. നമുക്ക് ബുദ്ധിപരമായിട്ടുള്ള അനലൈസുകൾ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇന്റലിജന്റ് എന്ന് വെച്ചാൽ ബുദ്ധിപരമായിട്ടുള്ളത്. കാരണം HMS-ൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സുകളാണ്. നമുക്ക് ജസ്റ്റ് ഫ്യൂ ക്ലിക്സിനുള്ളിൽ ഇപ്പൊ ഫിനാൻഷ്യൽ റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ഈ വർഷത്തെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മുമ്പിലേക്ക് ആ ഒരു റിപ്പോർട്ട് വരാണ്. സോ നമുക്ക് ആ റിപ്പോർട്ടിൽ നിന്ന് ഈ പ്രാവശ്യം എത്ര പ്രോഫിറ്റ് ഉണ്ട്, എത്ര ലോസ് ഉണ്ട്, അതേപോലെ ഇൻപേഷ്യന്റിൽ നിന്ന് എത്ര ഫണ്ട് വന്നിട്ടുണ്ട്, ഔട്ട് പേഷ്യന്റിൽ എത്ര ഫണ്ട് വന്നിട്ടുണ്ട്, ലാബിൽ എത്ര വന്നിട്ടുണ്ട്, നമുക്ക് എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ട്, എന്തെല്ലാം ചെലവുകളാണ് വന്നിട്ടുള്ളത്, ഒന്നും കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാനും അതിന് അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് പറ്റും. സോ അതാണ് ഇന്റലിജന്റ് അനലിറ്റിക്സ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്. ബുദ്ധിപരമായിട്ടുള്ള അനലൈസുകൾ ചെയ്യാനായിട്ട് പരിശോധനകൾ നടത്താൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഞാനത് പറഞ്ഞില്ല, ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സുകൾ മാത്രം അങ്ങനെ പറഞ്ഞു പോവുകയും ചെയ്തു. സോറി, ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പൊ 9 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യൻസ് ആൻഡ് ഹോസ്പിറ്റൽ മുതൽ ആ 9 പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കി. ഇന്ന് എന്തെല്ലാം ലേറ്റ് ആയത് ക്ലാസ്സിൽ കയറാനായിട്ട്? നിങ്ങൾക്ക് അറിഞ്ഞൂടെ 1:30 ക്ലാസ്? മിസ് എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിൽ കയറണം കേട്ടോ. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിച്ചു. നന്നായിട്ട് റീഡ് ചെയ്യാം. ടൈം കഴിഞ്ഞുകൊണ്ടാണ്. താങ്ക് യു ഓൾ. താങ്ക് യു മിസ്.